ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗായാലോ. കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് വ്ളോഗ് ഇടാൻ പറ്റുമോയെന്നൊക്കെ. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ വ്ളോഗും അതേപോലെ തന്നെ ടോക്സും സ്റ്റിച്ചിങ് കാര്യങ്ങളും ഇതൊക്കെയായിരുന്നു നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തത്. ഇനി ഇൻഷാല്ലാ എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ വ്ളോഗ് എന്തായാലും അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു യെല്ലോ കളർ കവർ കാണുന്നില്ലേ, ഇവിടെയാണ് ഞാൻ ക്ലോത്ത് ആറിയിടുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രാവ് കാര്യങ്ങളൊക്കെ വന്നിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ട് ക്ലോത്ത് അടിയിലാണ് കേട്ടോ. ജസ്റ്റ് ഇതിങ്ങനെ ഒരു അയൽ പോലെ കെട്ടിയിട്ട് അങ്ങനെയാണ് ഇടുക. അല്ലെങ്കിൽ മുമ്പ് ഞാൻ ഡ്രയറിനകത്തായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്, പക്ഷെ അത് നമ്മുടെ വില്ലയുടെ അകത്താണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ക്ലോത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലേ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ബാൽക്കണി അല്ല കേട്ടോ, വിൻഡോയാണ്, വിൻഡോ അങ്ങ് ക്ലോസ് ചെയ്തു. ഇവിടെ കണ്ടല്ലോ കറ്റാർ വാഴയുണ്ട്. ചൂടായതുകൊണ്ട് നമുക്കങ്ങ് കാണുന്നില്ല, കാണുന്നില്ല എന്നല്ല, ജസ്റ്റ് ഈ ഒരു വിൻഡോയിൽ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കറക്റ്റായിട്ട് കാണില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ വെച്ചതാണ്. നമുക്ക് ഈ ഒരു സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇതാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. ഇനി നമുക്ക് അകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു കേർട്ടനാണ് കേട്ടോ ഞാൻ ബെഡ്റൂമിനകത്താണ് ഈ ഒരു എന്താ പറയുക വിൻഡോ ഉള്ളത്. ഈ ഒരു കേർട്ടനാണ് ഞാൻ ബെഡ്റൂമിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇത് ഈ വില്ല എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്തതാണ് കേട്ടോ. ഇനിയാണ് മക്കളെ പണി തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇത് കുഞ്ഞിൻ്റെ ക്രിബാണ്. അപ്പം നമ്മൾ ഇപ്പോൾ വീക്കെൻഡൊക്കെ അല്ലേ, ഇപ്പോൾ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇന്നലെ ഇക്കാക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു, ഇന്നലെ ഓഫായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വന്ന് എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുന്നത് എല്ലാം ഈ ക്രിബിനകത്താണ്. ഇനി എന്ത് കിട്ടിയാലും അതിനകത്ത് കൊണ്ടുപോയി വെക്കും, പിന്നെ എടുക്കാമെന്നുള്ള രീതിയിൽ. അങ്ങനെ അതങ്ങനെ നിറഞ്ഞു നിൽക്കും കേട്ടോ. പിന്നെ ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലേ അതിനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിൻ്റെ ഒരു പണിയെടുത്താലോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ഓരോന്നായിട്ട്, പിന്നെ അലക്കിയ ഡ്രസ്സും കൊണ്ടുപോയി ഇടും. നല്ല വൃത്തിയൊക്കെ ഉള്ള സമയമാണെങ്കിൽ അലക്കിയ ഡ്രസ്സ് നേരെ കൊണ്ടുപോയി ഈ ക്രിബിനകത്തായിടുക. അപ്പോൾ ഇതൊക്കെ അലക്കിയ ഡ്രസ്സാട്ടോ. പിന്നെ ഈ ഡ്രസ്സ് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തത് ട്രെൻഡിയോളിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നല്ലൊരു ഓഫറിന് ലഭിക്കും. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഡിസ്കൗണ്ട് കോഡ് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക. ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിൽ തന്നെ അങ്ങ് റെഡിയായി, അല്ലെങ്കിൽ ഇത് ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു വാശി തന്നെ ഇന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ്. കാരണം ഈ ബെഡ്റൂമിൽ നിന്ന് കുറേ കച്ചറ കളയാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്, കാണുന്നത് പോലെയല്ല. ഇനി ഒന്നുകിൽ ബെഡ്ഷീറ്റ്സിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ടോയ്സ് എല്ലാം ഇതിനകത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ടാവാം. കുഞ്ഞാണെങ്കിലും ഇതിനകത്ത് കയറി കിടക്കില്ല. അപ്പോൾ ഇത് കിടക്കുവാണെങ്കിൽ നമ്മളിത് വൃത്തിയാക്കിയിടും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇതിൻ്റെ പണിയിലോട്ട് തന്നെ അങ്ങനെ പോകാമെന്നുള്ള രീതിയിലാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ എനിക്ക് എങ്ങനെ എടുക്കണം അതൊന്നും അറിയില്ല. ഞാൻ കൂടുതലും ടോക്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ എനിക്ക് എങ്ങനെ കൊണ്ടുപോകണമെന്നൊന്നും അറിയില്ല. പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷുവറായിട്ടും എന്താ ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. പിന്നെ ഇതൊക്കെ ബോക്സസ്സാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറേ പ്രമോഷൻ ആയിട്ട് വരുന്നുണ്ട് പാത്രങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ബോക്സസ്സാണ് കേട്ടോ. അതൊക്കെ പെട്ടെന്ന് കളയാനങ്ങ് മറന്നു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാം കൊണ്ടുപോയി ഇതിനകത്തിടും. കുഞ്ഞിൻ്റെ ഡയപ്പറാണെങ്കിലും അതുപോലെ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോയി ഇടാൻ പറ്റുന്ന ഒരു സംഭവം ഇത് തന്നെയാണ്. എല്ലാവരുടെ വീടിനകത്തും കാണും ഇതുപോലെ എന്തെങ്കിലും. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ അങ്ങ് എടുത്ത് എല്ലാം അങ്ങ് വൃത്തിയാക്കി ഇടണമെന്നാണ്. പിന്നെ അതുപോലെ ഹോട്ട് ഡോഗ് പില്ലോസ്, ഇതൊക്കെ എനിക്ക് മുമ്പ് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എക്സ്ട്രാ നമുക്ക് വേണ്ടി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഹോട്ട് ഡോഗ് പില്ലോസാണ് കേട്ടോ അത്. പിന്നെ ഇതിനകത്താണ് ഞാൻ ഷോൾ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നലെ പുറത്തൊക്കെ പോകുമ്പോൾ ഷോൾ തപ്പിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാം അങ്ങ് വലിച്ചു വാരി ഇതിനകത്ത് തന്നെ കൊണ്ടുപോയിട്ട്. അപ്പോൾ അതും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഇന്നത്തെ പണി ഫുൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ പെട്ടെന്നൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറേ അങ്ങ് വലിച്ചു നീട്ടുന്നില്ല. ഞാൻ എന്തായാലും ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കി കാണിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്, കൂടുതലും ടോയ്സ് കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഷോള് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം അതും കൂടി എല്ലാം കാണിക്കാം. ഓക്കെ, ഇത്രയും ചെറിയ ക്രിബിനകത്ത് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ. ഞാൻ എന്തായാലും ഇതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള
കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, അങ്ങനെ അൽഹംദുലില്ലാ ഇതിനകത്തങ്ങ് ക്ലീനായി, എല്ലാം അങ്ങ് എടുത്ത് മാറ്റി. അതിൻ്റെ ബെഡ് കാര്യങ്ങളൊക്കെ പുതിയതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് കിടക്കുവാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ആൾ നമ്മുടെ കൂടെ ചെറിയ പ്രായമല്ലേ, ഇപ്പോൾ ആൾക്ക് 1 വയസ്സേ അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആളങ്ങനെ കിടക്കൂല, ഇടയ്ക്ക് ഇങ്ങനെ കളിക്കും. അപ്പം ആൾ പിന്നെ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളെല്ലാം കൊണ്ടുപോയി ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് നീക്കിയിട്ടൊന്ന് അറേഞ്ച് ചെയ്യുന്നത് കാണിക്കാം. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ക്രിബിൻ്റെ ബെഡ്ഷീറ്റ് ചെയ്യുന്നത് കാണിക്കുമോ എലാസ്റ്റിക് വെച്ചിട്ട്. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ അതിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ക്രിബിനൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നതും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് കുഞ്ഞിനെ കളിക്കാൻ, ഇപ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകുന്ന സമയത്ത് മക്കളില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ കുഞ്ഞൊറ്റയ്ക്കാവും. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ടോയ്സൊക്കെ ഇട്ട് കൊടുത്ത് ഇട്ട് കഴിഞ്ഞാലേ ആൾക്കങ്ങ് കളിക്കാമല്ലോ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ നിന്നെല്ലാം ഇന്ന് കാലിയാക്കിയത്. ഇനി ജസ്റ്റ് ഹോട്ട് ഡോഗ് പില്ലോസും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള ബെഡ്ഷീറ്റില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവറ്റ് കവർ ഉണ്ടായിരുന്നു, അതിനൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി വിരിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ആണെങ്കിൽ മക്കൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി പില്ലോസൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ എൻ്റെ കയ്യിലുണ്ടായ പില്ലോസൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഹോട്ട് ഡോഗ് പില്ലോസ് നമുക്ക് ഭയങ്കര യൂസബിളാണ്. കാരണം നമ്മുടെ മക്കൾ ഈ തലയൊക്കെ പോയി ചുമരിലൊക്കെ ഇടിക്കും. അപ്പോൾ ഇതുപോലുള്ള പില്ലോസ് അങ്ങ് കുറേ വെച്ച് കഴിഞ്ഞാലേ മക്കളുടെ ഒരു സേഫ്റ്റി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ബെഡിലാണെങ്കിലും ഇതുപോലെ ക്രിബിലാണെങ്കിലും എവിടെ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ബെഡിനകത്താണെങ്കിലും ഞാൻ പില്ലോ ഫുള്ളങ്ങ് ചുമരിലങ്ങ് സൈഡ് ഫുള്ളായിട്ട് അങ്ങ് വെക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും മക്കൾ കുറച്ച് കുട്ടികളുടെ തല അങ്ങ് സേഫായിട്ട് നിൽക്കും കേട്ടോ. നമുക്ക് ധൈര്യത്തിൽ അവരങ്ങ് വിടാം. അല്ലെങ്കിൽ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ട് ചുമരിലോട്ടങ്ങ് പോയി വീഴും. അപ്പം ഞാൻ ഓൾറെഡി തലയ്ക്ക് വെക്കുന്ന ഒരു ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ട് തല ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതങ്ങനെ മോന് യൂസ് ചെയ്യുന്നില്ല. ചെറിയ പ്രായത്തിലൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്തേനെ, ഒരു 6 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെക്കായിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിയത് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ. അതാൾ തലയ്ക്കിടുമ്പോൾ ഊരിക്കളയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ടോയ്സൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെ അതൊന്ന് സെറ്റ് ചെയ്തു, തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്തു. ഇനി എത്രത്തോളം ഇതിനകത്ത് കൊണ്ടുപോയി ഇടില്ല എന്നൊന്നും അറിയില്ല. ഒരു പക്ഷേ ഞാൻ തന്നെ തുണികൾ കൊണ്ടുപോയി ഇതിനകത്ത് ഇടും, അതാണ് പ്രശ്നം. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞേ വീടങ്ങനെ വൃത്തിയൊന്നും ഉണ്ടാവില്ല. കാരണം കുഞ്ഞുള്ളതുകൊണ്ട് ആൾ ഓരോരോ കച്ചറ ഇങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് തിരക്കായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കിട്ടുന്നതൊക്കെ കൊണ്ടുപോയി ഇതിനകത്ത് ഇടും. ഇനി മാക്സിമം ഇടാതെ ശ്രമിക്കണം എന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ ബെഡ് ജസ്റ്റ് ഒന്ന് ബെഡിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഫുള്ളങ്ങ് ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം ഇടും. ചെറിയ കുഞ്ഞാകുമ്പോൾ നമുക്കൊന്നും വഴക്ക് പറയാനും പറ്റില്ലല്ലോ. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആൾ നേരെ പോയി ബെഡിൽ അങ്ങ് ഇടും. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് സെറ്റ് ചെയ്യുന്നത് കാണിക്കാമെന്നുള്ളത്. സിമ്പിളായിട്ടൊന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. കംഫോർട്ടറാണ്, വാഷിന് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതങ്ങ് തിരിച്ച് കിട്ടി. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഇതുപോലെ കംഫോർട്ടർ ഇടുവാണെങ്കിൽ അതും കുറച്ചും കൂടി നമുക്ക് ഒരു ബെഡിൽ ഒരു നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കംഫോർട്ടർ വിരിക്കും. ഓക്കെ, അപ്പോൾ അത് വാഷിന് കൊടുത്തിട്ടത് കിട്ടിയതാണ്. വാഷിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് എടുക്കുന്ന സമയത്ത് നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ബെഡിൽ വിരിക്കുമ്പോഴും നല്ലൊരു സ്മെല്ലായതുകൊണ്ട് നമുക്ക് അന്നത്തെ ദിവസം നല്ലൊരു ഹാപ്പി ആയിരിക്കും. ആ ഒരു കംഫോർട്ടിൻ്റെ തന്നെ ഒരു സ്മെല്ലുണ്ടാവില്ല, ആ ഒരു സ്മെല്ല് കിട്ടും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ വിരിച്ചിടുകയാണ്. കുറേ ആൾക്കാർ ഹോം ടൂറൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഹോം ടൂർ എന്ന് പറയാനകത്തൊന്നുമില്ല. നമ്മുടെ ഇവിടെ 1 BHK ആണ് കേട്ടോ. ബെഡ്റൂമും ഹാളും ചെറിയൊരു കിച്ചണൊക്കെയാണ്. പിന്നെ എപ്പോഴും വിചാരിക്കും ഇങ്ങനെയൊക്കെ വ്ളോഗൊക്കെ ചെയ്യണം, പക്ഷേ എനിക്ക് ഇതിന് വലിയ സപ്പോർട്ട് കിട്ടുമെന്നൊന്നും അറിയില്ല. ഞാൻ ഇടയ്ക്ക് 2-3 വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിൽ എനിക്ക് ടോക്സ് കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ കൊളാബും പ്രൊമോഷൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. ട്രെൻഡിയോളുടെ മാത്രം ഞാൻ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഇത്. പിന്നെ ആ ഒരു എൻ്റെ ഭാഗത്ത് നമ്മൾ ബെഡിൽ കയറിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ബെഡിൽ കയറിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വിരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു കംഫോർട്ടറിന് സെയിം പില്ലോ കവറില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റ് ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് വേറൊരു കളറാണ് കേട്ടോ. ഈ ഒരു പില്ലോ കവർ ഫിറ്റഡ് ഷീറ്റിൻ്റെയാണ്, ലൈറ്റ് കളറാണ് കേട്ടോ. എനിക്ക് കൂടുതൽ അങ്ങനെയുള്ള കളേഴ്സാണ് ഇഷ്ടം. എനിക്കും അതേപോലെ ഇക്കാക്കും ആ ഒരു കളേഴ്സ്, അങ്ങനെയുള്ള കളേഴ്സാണ് ഇഷ്ടം. പിന്നെ കംഫോർട്ടറൊക്കെ ആകുമ്പോൾ കുറച്ച് ഡാർക്കിലങ്ങ് പോവും. അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്സൊക്കെ കൂടുതലും ഇങ്ങനെയുള്ളതും പിന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സും ആണ് ഇഷ്ടം കേട്ടോ. പക്ഷേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഈ വലിയ ബെഡിനകത്ത് അങ്ങനെ വിരിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ മക്കളുടെ ബെഡിനകത്ത് മിക്കി മൗസും ഹലോ കിറ്റിയൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമുക്ക് 3-4 പില്ലോ വേണം ഈ ഒരു ബെഡിനകത്ത്. അത്യാവശ്യം വലിയ ബെഡാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഞങ്ങളുടേത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു രീതിയിലൊക്കെയാണ്. ഇപ്പോൾ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും കുഞ്ഞത് വലിച്ച് എന്തെങ്കിലും ആക്കിയിടും. കുഞ്ഞാണെങ്കിലും മോളാണെങ്കിലും അവർക്കുള്ള കാര്യങ്ങളൊക്കെ ഈ ബെഡിൽ കൊണ്ടൊന്ന് ചെയ്യും. അപ്പോൾ അങ്ങനെ പിന്നെ ഭയങ്കരമായിട്ട് ഓവറായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതുപോലെ പില്ലോസ് ഫുള്ളങ്ങ് ചുമരിലങ്ങ് വെച്ച് കൊടുക്കും. ഞാനൊരു ബ്ലാക്ക് കളർ പില്ലോ വെച്ചിട്ട് കാണുന്നുണ്ടല്ലോ, അതുപോലെ ഫുള്ളങ്ങ് വെച്ച് കൊടുക്കും. കാരണം കുഞ്ഞില്ലെങ്കിൽ നേരെ പോയി തലയിടിക്കുന്നത് ചുമരിനോട്ടാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ ഇന്നലെ പുറത്ത് പോയപ്പോഴേ എടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിക്കാം. ഓക്കെ, ഷസീൻ ഇതാ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി വന്നിരിക്കുകയാണ് അല്ലേ ഷസീൻ? എവിടെ പോയേ? അപ്പോൾ ആള് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ മോൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും കാണാൻ പറ്റും, വീഡിയോസൊക്കെ കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? ഡ്രസ്സിലൊക്കെ മൊത്തം ചോക്ലേറ്റ് ഒക്കെയാണ്. ചേച്ചാപ്പുച്ചേ വാട്ട് ഈസ് ഓക്കെ. പിന്നെന്താ എന്ത് ഇതാണ് ഷെസിന്റെ ലാംഗ്വേജ്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ ഞാനും മാത്രമാണ്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് ഇടുക കേട്ടോ. ഓക്കെ ഷെസീൻ, സേ ബൈ. സേ ബൈ. സേ ബൈ നാ. നോ സേ ബൈ ബൈ. ബൈ ബൈ ഉമ്മ. ഹൈ ഫൈ. ഹൈ ഫൈ. ഓക്കെ, ഹൈ ഫൈ. അപ്പോൾ ഷെസിൻ്റെ കഥകൾ ഇങ്ങനെയാണ്. ഇനി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്ത് പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ ഞാനൊന്ന് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ മധുരമൊക്കെ കഴിക്കണം തോന്നിയപ്പോൾ നമ്മൾ ഇന്ന് ഇടയ്ക്ക് മധുരം കഴിക്കണം തോന്നിയപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇത് ജാം റോളാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ആൾക്കാർ കുക്കിംഗ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം കേട്ടോ. ഇതെനിക്കിഷ്ടമാണ്, പക്ഷേ ഇവിടെ വേറെ ആരും കഴിക്കൂല കേട്ടോ ഇതൊന്നും. പിന്നെ ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ ഖജൂർ എന്ന് പറയും. ഇത് കുറച്ച് എന്താ പറയുക, കുറച്ച് തടിയൊക്കെ ഉള്ള സാധനമാണ്. നാട്ടിൽ കുറച്ച് തിന്നായിട്ടുള്ളതാണ്. പിന്നെ വാങ്ങിയത് ലഡു. ഓക്കെ, ലഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ അല്ലേ, എനിക്ക് ഈ മധുരം ഇഷ്ടമാണ്. ഈ ഒരു ടൈപ്പ് ലഡു ആണ് കേട്ടോ ഇത്. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.